ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ബീഫ് കറി. വളരെ രുചികരമായും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ കഴിയുന്ന കുറുകിയ ചാറോട് കൂടിയ ബീഫ് കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം. ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴണ്ടി കിട്ടാനായി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും, ഒരു 6 വെളുത്തുള്ളി ചതച്ചതും, 2 പച്ചമുളക് ചതച്ചതും ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി നമുക്ക് അരിഞ്ഞെടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കിലോ ബീഫിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഉപയോഗിക്കൽ. 1 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. കഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ ബീഫ് 1/2 കിലോ ആണിത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇറച്ചിയിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതിനാൽ ഇതിലേക്ക് 1/2 ഗ്ലാസ് മാത്രം ഒഴിച്ചാൽ മതി. നല്ല കുറുകിയ ചാറോടുകൂടി നമുക്കിത് കിട്ടും. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് ഒരു 6 വിസിൽ അടുപ്പിച്ച് വേവിക്കാം. വളരെ രുചികരമായ നമ്മുടെ ബീഫ് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കുറുകിയ ചാറോട് കൂടിയ നമ്മുടെ ബീഫ് കറി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ വരുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ്.